ഫ്രണ്ട്സ് ക്ലബ്ബ് ലൈബ്രറി കല്ലടിക്കോട് ഞങ്ങൾ സന്ദർശിച്ചതാണ്. പ്രിയപ്പെട്ട രാജമാഷ് കല്ലടിക്കോട് ദീർഘകാലമായി നമ്മുടെ കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായിരുന്നു. അധ്യാപന ജീവിതത്തിന് ശേഷം രാജമാഷ് പൂർണ്ണമായും ഈ ഫ്രണ്ട്സ് കല്ലടിക്കോടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഈ ക്ലബ്ബ് കഴിഞ്ഞ 53 വർഷമായി നമ്മുടെ പ്രദേശത്ത് പരിമിതമായ സൗകര്യങ്ങളൊക്കെ ആയിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഇങ്ങനെ ഒരു കെട്ടിടം ബ്ലോക്ക് പഞ്ചായത്തൊക്കെ സഹായിച്ച് കുറച്ച് വർഷങ്ങളായി ഇവിടെ പ്രവർത്തിക്കുകയാണ്. ഞങ്ങൾക്ക് വ്യത്യസ്തമായി തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, മാഷ് തൻ്റെ അധ്യാപന ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ പകർന്നു കൊടുക്കാൻ വേണ്ടി, പ്രത്യേകിച്ചും ഇന്നത്തെ പുതിയ തലമുറ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന PSC ജോലി കിട്ടുക എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണല്ലോ. അപ്പോൾ അത് നിർവഹിക്കുന്നതിന് വേണ്ടി സ്ഥിരമായി PSC കോച്ചിങ് ക്ലാസ് ഇവിടെ നടത്തുന്നു എന്നുള്ളതാണ്. ക്ലബ്ബ് ഒരു നയാ പൈസ പോലും വാങ്ങാതെ മാഷിൻ്റെ സ്വന്തം ഒരു സേവനം എന്ന നിലയിലാണ് ഈ ക്ലാസ് സംഘടിപ്പിക്കുന്നുള്ളതും വ്യത്യസ്തമാകുകയാണ്. ഏതായാലും ഇതിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ലൈബ്രറികളും ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളും ഒക്കെ സാംസ്കാരിക നിലയങ്ങൾ, വായനശാലകളെല്ലാം ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും അനിവാര്യമായി കൊണ്ടിരിക്കുകയാണ്. കാരണം ജനങ്ങളെ പരസ്പരം ഒന്നിപ്പിക്കാനും സ്നേഹം പങ്കിടാനും ഒക്കെയുള്ള വേദികളായി കലയും സാംസ്കാരികതയും സർഗാത്മകതയും ഒക്കെ മാറുകയാണ്. നമുക്ക് കഴിഞ്ഞ തവണ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നമ്മൾ വിവിധ ലൈബ്രറികൾക്ക് പുസ്തകങ്ങൾ കൊടുത്തിരുന്നു. അക്കൂട്ടത്തിൽ ഫ്രണ്ട്സിനും കുറച്ച് പുസ്തകം കൊടുത്തിരുന്നു. ഇതിന് മുൻപും പഞ്ചായത്തുകൾ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ജനകീയമായിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഈ ലൈബ്രറി പ്രവർത്തിക്കുന്നത്. അതെനിക്ക് തോന്നി ഇനിയും നമുക്ക് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. അവരാവശ്യം പുതുതായിട്ടുള്ള നല്ലൊരു കെട്ടിടം, കോച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള സ്ഥല സൗകര്യങ്ങളൊക്കെ വേണമെന്നാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത, സ്ഥലം ലഭ്യമാകുന്നില്ല എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുകയാണ്. എന്തായാലും അതെല്ലാം എല്ലാവരുടെയും സഹായത്തോടെ ലഭ്യമാകുകയാണെങ്കിൽ സ്വന്തമായ ഒരു കെട്ടിടം തീർച്ചയായിട്ടും മാഷിൻ്റെ ആഗ്രഹം നമുക്ക് എല്ലാവർക്കും കൂടി സാധിച്ചു കൊടുക്കുന്നത് യാതൊരു തെറ്റുമില്ല. അതെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ് എന്നുകൂടി സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്.